എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ടിൻഡ് ട്യൂണ ഉലർത്തിയതിൻ്റെ റെസിപ്പി കാണാം. വളരെ രുചിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ടിന്നിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ട്യൂണ ചങ്ക്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ട്യൂണ ഇൻ സ്പ്രിംഗ് വാട്ടർ എന്നുള്ളത് വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ടേസ്റ്റ് മാറിപ്പോവും. ഇതുപോലെ 95 ഗ്രാമിൻ്റെ 3 ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിനി ക്യാൻ തുറക്കാം. ഇതിൽ കുക്ക് ചെയ്ത് വെച്ച ട്യൂണയും കുറച്ച് വെള്ളവും ഉണ്ടാവും. ഈ റെസിപ്പിയിൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ വെള്ളം കളയാം. അതിൻ്റെ അടപ്പ് വെച്ച് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിലുള്ള വെള്ളം മുഴുവനും കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി 2 ക്യാനിലുള്ള വെള്ളവും കളഞ്ഞെടുക്കാം. ഇപ്പോൾ 3 ക്യാനിലെയും വെള്ളം നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി കുക്ക് ചെയ്യാൻ തുടങ്ങാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ട്യൂണയിൽ അല്പം ഉപ്പുണ്ടാവും. സവാള വേവാൻ പാകത്തിന് ഉപ്പ് മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും വെളുത്തുള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം കളഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്ന ട്യൂണ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഈ മീനിൻ്റെ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ, മുള്ളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഇത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ആ വലുതായിട്ട് കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ട്യൂണ ഫിഷ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഏത് ഫിഷ് വെച്ചായാലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 മുറി തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഏകദേശം 1/4 കപ്പോളം വരും. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ തേങ്ങയിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ഒരു അടിപൊളി ടേസ്റ്റുള്ള കിടിലൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.